ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷ ദൈവമായ കർത്താവിൽ മാത്രം. ഇത് ഇസ്രായേൽ ജനം പറയുന്ന, ദൈവത്തോട് പറയുന്ന വചനമാണ്, അല്ലെങ്കിൽ വാക്കുകളാണ്. അവര് ഇസ്രായേൽ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ജനം ദൈവത്തോട് അവരുടെ കൺഫെഷൻ നടത്തുകയാണ്, ദൈവത്തോട് അവരുടെ കുമ്പസാരം നടത്തുകയാണ്. ആ കുമ്പസാരത്തിലെ വാക്കുകളാണ് ഇത്: കുന്നുകളും അവിടെ നടന്ന മധുരോത്സവങ്ങളും എല്ലാം വ്യാമോഹങ്ങളായിരുന്നു. വീണ്ടും പറയുന്നു, ഇസ്രായേലിൻ്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം. അതായത് ഇവര് തിന്മ നിറഞ്ഞ ജീവിതം നയിച്ച കുന്നുകൾ, അവിടെ അവർ നടത്തിയ വ്യാമോഹങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന മധുരോത്സവങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം വെറും വ്യാമോഹം മാത്രമായിരുന്നു. അതെല്ലാം വെറുതെയായിരുന്നു, അതെല്ലാം കപടമായിരുന്നു എന്ന് ദൈവജനം തിരിച്ചറിയുകയാണ്. മാത്രമല്ല മറ്റൊരു തിരിച്ചറിവ് കൂടെ ഉണ്ടാകുന്നു: ദൈവമായ കർത്താവ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചു വരുന്ന മാനസാന്തരപ്പെടുന്നവന് 2 തിരിച്ചറിവുകളാണ് ലഭിക്കുന്നത്. ഒന്ന്, തൻ്റെ പഴയകാല ജീവിതം അതൊരു വ്യാമോഹമായിരുന്നു, വ്യർത്ഥമായിരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് വന്ന അവൻ മനസ്സിലാക്കുന്നു, ദൈവമായ കർത്താവ് മാത്രമാണ് തൻ്റെ രക്ഷയെന്ന്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തുവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.